എൻ്റെ മോള് ക്ഷീണമായെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോലും അവരൊട്ടും ശ്രദ്ധിക്കാതെ അവരെ ഒരു അവഹേളിച്ചാണ് എൻ്റെ മോളെ. ആ ഒരു അവളത്തിൽ എനിക്കെന്താ നഷ്ടമായത്? എൻ്റെ മോള് ഈ 2 മാസം കൊണ്ട് എനിക്ക് ചെറിയ നഷ്ടം. ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ അന്നും പറഞ്ഞിട്ടുള്ളത്. കുട്ടിയുടെ ഡെത്ത് ഒരു അമീബിക്ക് പോലുള്ള ഒരു വലിയൊരു രോഗം വന്നിട്ടൊന്നും ആവില്ല എന്നാണ് നമ്മൾ അന്നും റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. കുട്ടിയുടെ ബാക്കി ചികിത്സയെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് മുന്നേ അവർ ടെസ്റ്റ് ചെയ്തതിലെല്ലാം നെഗറ്റീവായിട്ടാണ് നമ്മളടുത്ത് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടിൽ അമീബിക്കിൻ്റെ എന്തോ അംശം കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിവായിട്ടും വന്നിട്ടുണ്ട് അമീബിക്കല്ല, മറിച്ച് കുട്ടിക്ക് ന്യൂമോണിയയുടെ ഇത് കാരണമാണ് കുട്ടി, അതും ന്യൂമോണിയാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും നമ്മളവിടെ സംസാരിച്ചപ്പോൾ ഫോറൻസിക് ഡോക്ടറും പറഞ്ഞിട്ടുള്ളത് ഡെത്തിനുള്ള റീസണൊന്നും ഇതിനില്ല എന്നാണ്. അത് നിങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അതിപ്പോൾ അവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ ഡെത്ത് ഇങ്ങനെ ഒരു അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് കുട്ടി ഡെത്തായതെന്നുള്ളത്. അതിനെതിരെ നിയമപരമായിട്ട് സാറിനും DYSP സാറിനും കൊടുത്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ മേഖലയിൽ തന്നെ അതിൻ്റെ ഹെഡിലുള്ള എല്ലാ ആൾക്കാർക്കും പരാതി കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം വന്നിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ തന്നെ ഒരു താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ അവർ രാവിലെ കൊണ്ടുപോയ എൻ്റെ മോളെ ഉച്ചയോട് എൻ്റെ മോൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് എൻ്റെ മോള് ക്ഷീണമായെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോലും അവരൊട്ടും ശ്രദ്ധിക്കാതെ അവരെ ഒരു അവഹേളിച്ചാണ് എൻ്റെ മോളെ. ആ ഒരു അവളത്തിൽ എനിക്കെന്താ നഷ്ടമായത്? എൻ്റെ മോള് ഈ 2 മാസം കൊണ്ട് എനിക്ക് ചെറിയ നഷ്ടം. താമരശ്ശേരി താലൂക്കിൽ നമ്മൾ നോർമലി എന്തെങ്കിലും കാണിക്കാൻ പോലും അവർ കൃത്യമായിട്ട് ആരും ചികിത്സിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെയുള്ള അസിസ്റ്റൻ്റായിട്ടുള്ള പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് അവർ മെഡിസിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി. എന്നിട്ട് തന്നെ അവർ വാട്സപ്പ് മുഖേന ഡോക്ടർമാരടുത്ത് വലിയ ഡോക്ടർമാരടുത്ത് അയച്ചു ചോദിക്കലാണ് ഇത് മതിയോ അത് മതിയോ എന്ന്. ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എൻ്റെ മോൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 102 അവളെ പനി പറയുന്നത്. ഒരു താലൂക്ക് ഹോസ്പിറ്റലായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു രോഗം പോലും നിർണ്ണയിക്കാൻ അവർക്ക് പറ്റുന്നില്ലേ. പിന്നെ എന്തിനങ്ങനെ ഒരു ഹോസ്പിറ്റൽ? സാധാ ജനങ്ങൾക്ക് മുന്നോട്ട് പോയി ഒരു ധൈര്യത്തോടെ നമ്മുടെ പിള്ളേരെയും കൊണ്ട് പോവാണ്. നോർമലി കിട്ടേണ്ട ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതുപോലും നമുക്ക് നിഷേധിക്കപ്പെടാണ് ചെയ്യുന്നത്. എല്ലാം കൊണ്ട് എല്ലാ ആനുകൂല്യം നമുക്ക് നിഷേധിച്ചെന്ന് നമുക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ. അതെ ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടും അതിനെതിരെ എൻ്റെ മോള് ഡെത്താവാൻ എൻ്റെ മോളെ കെയർ ചെയ്യാത്ത ഡോക്ടേഴ്സിനും നമ്മളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെ വഴക്ക് പറഞ്ഞ് നിർത്തിയ നഴ്സിനെതിരെയും ഇതൊക്കെ നമ്മൾ പരാതിയിൽ എഴുതിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പരാതി കൊടുക്കണം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതൊക്കെ ഡോക്ടർമാർക്കെതിരെയാണ് പരാതി? അന്ന് ദിവസം ഡ്യൂട്ടിയിലുണ്ടായ എൻ്റെ മോളെ ചികിത്സിച്ച 2 ലേഡി ഡോക്ടറാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു മെയിൽ ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് അവർ ഡോക്ടറാണോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ആ ലേഡി ഡോക്ടർ. കാരണം ഞാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായ സിസ്റ്റേഴ്സിനോടാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. അത്ര പോലും അവർക്ക് സ്വയം ഓരോ പേഷ്യൻറ്റിനെ പരിശോധിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് എന്തിനാണ് ഡോക്ടറായിട്ട് നിൽക്കുന്നത്? അന്ന് ഇവിടുന്ന് രക്തപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതെ താമരശ്ശേരിന്ന് രക്തപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലാണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു റിസൾട്ട്. ഈ 2 കുട്ടികൾക്ക്, മോൾക്കല്ലാണ്ട് 2 കുട്ടികൾക്ക് അസുഖം വയ്യാണ്ട് ഇരുന്നിരുന്നില്ലേ? അവരെവിടെയാണ് ചികിത്സിച്ചത്? അവരിന് പിന്നെ ഭേദമായി പോവുകയാണോ ചെയ്തത്? അവിടെ നിന്നായിരുന്നു ചികിത്സ നൽകിയത്? അവർക്ക് കോളേജിൽ നിന്നാണ് ചികിത്സ നൽകിയിട്ടുള്ളത്. അതും മോക്ക് മരിച്ച് ഇത്ര സമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുന്നേ തന്നെ അവരിങ്ങനെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊരു റീസൺ വെച്ചപ്പോൾ നമ്മൾ നോർമലി ഒരു പനി ഛർദി എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയെ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അവർ പറഞ്ഞ ഇങ്ങനെ ഒരു വിഷയമുള്ള കാരണം ഇങ്ങനെ ഒരു ഇത് വന്നതല്ലേ, മരണപ്പെട്ടത് ഇങ്ങനെ ഒരു കുട്ടിയല്ലേ. അപ്പോൾ അവരും ആ കുളത്തിൽ കുളിച്ച കുട്ടികളല്ല. അപ്പോൾ അതുകൊണ്ട് അത് സാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവർ അഡ്മിറ്റ് ആക്കിയതും. അവർക്ക് അതിന് വേണ്ട ഇല്ല അവർ ജസ്റ്റ് ഒന്ന് വൈകിട്ടൊന്ന് പനിച്ചു. അവ ഉറങ്ങി വൈകിട്ട് പനിച്ചു. ജസ്റ്റ് 1 വട്ടം 2 വട്ടം ഛർദ്ദിച്ചു ഓട്ടോയിൽ കൊണ്ടുപോകണ വഴിക്ക്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് 2-3 വട്ടം ടെസ്റ്റ് നടത്തി. ആദ്യം 18-ാം തീയതി നമ്മൾ കൊണ്ടുപോയ അന്ന് ടെസ്റ്റ് നടത്തി, അതിൽ നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പിറ്റേ ദിവസം 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു പരിശോധന നടത്തിയതിലാണ് കുട്ടിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പോസിറ്റീവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഷിഫ്റ്റ് ചെയ്തതും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് ICUവിലേക്ക് മാറ്റി. ഛർദി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ചുമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? മോൾക്ക് ചുമയൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് ആദ്യം പനിയാണ് വന്നത്. രാത്രി അവൾ
ഒന്ന് കിടന്നതിന് ശേഷം ഒന്ന് ക്ഷീണമെന്ന് പറഞ്ഞ് കിടന്നു. അതിന് ശേഷം എഴുന്നേറ്റപ്പോൾ അവൾക്ക് പനിയാണ് വന്നത്. പനിച്ച് പിന്നെ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് അവൾ അച്ഛൻ്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷം വീണ്ടും ഒന്ന് എഴുന്നേറ്റപ്പോഴാണ് ഛർദ്ദിച്ചു തുടങ്ങിയത്.